ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഏവൂർ അമ്പലത്തിലാണ്. അവിടെ ഉത്സവം നടക്കുകയാണ്. ഇവിടെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പണ്ട് മാസംതോറിയിലുണ്ടായിരുന്നു. ഇപ്പം ഇന്നിവിടെ വരാൻ കാര്യം നന്ദഗോവിന്ദ ഭജൻസിൻ്റെ ഭജനയുണ്ടെന്ന് പറയുന്നത് ഒത്തിരി കാലങ്ങളുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്ക് ഒന്ന് കേൾക്കണമെന്ന്. ഇന്നെന്നാ ഒന്ന് കേൾക്കാമെന്ന് വെച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ്. ഇപ്പം മണി 5 മണിയായി. ഇപ്പോഴേ ഇവിടെ ഒത്തിരി പോലീസുകാരെ കാണാനുണ്ട്. ഫ്രണ്ടിൽ 2 ബാരിക്കേഡ് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിൽ കയറി വരുന്നിടത്ത്. ഈ മാസംതോറിയുള്ള സമയത്ത് ഇവിടെ വരുമ്പോൾ അമ്പലത്തിൻ്റെ ആ രീതിയെ ഇപ്പം മാറി. സത്യത്തിൽ എനിക്ക് വഴി തന്നെ തെറ്റി. അന്നത്തെ റോഡും വഴികളും എന്നിട്ട് വഴി തന്നെ എനിക്ക് തെറ്റി. ഇവിടെ സേവാഭാരത് ആംബുലൻസ് ഉണ്ട്. ഇപ്പം ഇവരുടെ പ്രോഗ്രാം നടക്കുന്നിടത്തെല്ലാം ഈ എമർജൻസി മെഡിസിനും ആംബുലൻസും ഒക്കെ വേണ്ടി വരുമെന്നാണ് പറയപ്പെടുന്നത്. അത്ര നല്ല തിരക്കായിരിക്കും എന്നാണ് പറയുന്നത്. നന്ദഗോവിന്ദ ഭജൻസ് നല്ല തിരക്കായിരിക്കും എന്നാണ്. നമുക്ക് ആദ്യം അകത്തുണ്ട്. ഇവിടെ വലിയ തിരക്കൊന്നും കാണാനില്ല. ഇനി നമുക്ക് അകത്തോട്ട് കയറാം. ഇപ്പം അമ്പലത്തിന് ഇപ്പുറത്തൊക്കെ ഗോപുരമൊക്കെ വെച്ചിട്ടുണ്ട്. പണ്ട് വരുമ്പം ഗോപുരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇവിടെ. വെളിയിൽ ഉത്സവത്തിൻ്റെ ആയിട്ടുള്ള തിരക്കാണോന്ന് അറിയില്ല. കുറച്ച് തിരക്ക് കാണാനുണ്ട് ഇവിടെ. ഇനി അകത്തോട്ട് കയറുമ്പം ഇവിടെ തിരക്കുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ആദ്യം കയറി തൊഴണം. ഒത്തിരി കാലമായി അമ്പലത്തിലൊക്കെ ഇവിടെ ഒക്കെ തൊഴുതിട്ട്. അപ്പോൾ ഒന്ന് കയറി തൊഴണം. നമ്മൾ നടപ്പന്തലിലോട്ട് കയറി. ഇവിടെയും തിരക്ക് വലിയ കാര്യമായിട്ട് പറയാനില്ല. പ്രോഗ്രാം നടക്കുന്നതിന് ഇപ്പുറത്തെ സൈഡിലുള്ള സ്റ്റേജിൻ്റെ ഒക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. അവിടെ നിന്ന് തൊഴുതേച്ച് ആ ഭാഗത്ത് നോക്കാം അടുത്ത തിരക്ക് എങ്ങനെ ഉണ്ടെന്ന്. 5 മണിക്ക് 8 മണിക്കാണ് പരിപാടി തുടങ്ങുന്നത്. 5 മണിക്ക് വന്നത്. ഇവിടെ ബാക്കിലെങ്കിലും ഇരിക്കാൻ സീറ്റ് വരുന്ന പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. നമുക്ക് സീറ്റ് കിട്ടുമെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇവിടെ കണ്ടല്ലോ, സീറ്റൊന്നും സംഭവമില്ല. ഫുള്ളായിട്ടുണ്ട്. 5 മണി സമയത്തെ കാഴ്ചയാണിത്. 8 മണിക്ക് പ്രോഗ്രാം തുടങ്ങുന്നതിന് വൈകിട്ട് 5 മണി സമയത്തെ കാഴ്ചയായി കാണുന്നത്. സീറ്റില്ല. ഇനി അപ്പോൾ ഇത് കാണുമെന്നൊക്കെ മനസ്സിലാവില്ല. 8 മണിയാകുമ്പോഴത്തേക്ക് എന്തായിരിക്കും എടുത്ത് തിരക്കൊന്ന് ഊഹിക്കുക. പറഞ്ഞു കേട്ടോ വെച്ച് ഊഹിക്കാവുന്ന കാര്യമേ ഉള്ളൂ. നമുക്ക് എൻ്റെ ചുറ്റുപാടൊന്ന് നടന്ന് നോക്കാം. എൻ്റെ തിരക്ക് എങ്ങനെയുണ്ട്, എവിടെയെങ്കിലും സീറ്റ് കിട്ടുമോ എന്ന് നോക്കാം. ഇപ്പോൾ കണ്ട് നിൽക്കുന്ന പടിഞ്ഞാറേ നടയിലാണ്. അവിടെയും എല്ലായിടും സ്ക്രീൻ വെച്ചിട്ടുണ്ട്. ഇവിടെ കസേരയൊക്കെ ഉണ്ട്. ഓരോരുത്തരിങ്ങനെ പോകുന്നുണ്ട്. ഞങ്ങളും ഇവിടെ നിന്നൊരു കസേര എടുത്ത് ഇവിടെ കൊണ്ടിട്ട് ഇവിടെ ഇരുന്നു. ഈ നേരത്തെ സന്ധ്യ ആയപ്പോഴത്തെ ദീപാരാധനയ്ക്ക് മുമ്പായിട്ട് ലൈറ്റെല്ലാം ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കാഴ്ചയ്ക്ക് നല്ല ഭംഗിയൊക്കെ ആയിട്ടുണ്ട്. എല്ലായിടും ബിഗ് സ്ക്രീൻ വെച്ചിട്ടുണ്ട്. പ്രോഗ്രാം കാണാം. അപ്പം തിരക്കായതുകൊണ്ട് പിന്നെ പടിഞ്ഞാറേ നടയിൽ തന്നെ ഇത്രയും ആൾക്കാർ ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തെക്കേ നടയിലാണ് പ്രോഗ്രാം. അമ്പലത്തിന് തെക്കേ സ്ഥലം പ്രോഗ്രാം നടക്കുന്നെങ്കിലും അവിടെ ഒരു ഒട്ടും സ്ഥലമില്ല ഇരിക്കാൻ. സന്ധ്യയ്ക്ക് മുമ്പ് ഇനി തിരക്കാണെങ്കിൽ പ്രോഗ്രാം സമയമാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ തിരക്ക് എന്തായിരിക്കും എന്ന് ഒന്ന് ഊഹിച്ച് നോക്കുകയാണ് ഞാൻ. ഇവിടെ പടിഞ്ഞാറേ നടയിലും അവിടെയും ഗോപുരം ഒക്കെ ആയിട്ടുണ്ട്. പണ്ടതൊന്നുമില്ലായിരുന്നു. ഗോപുരമൊക്കെ ആയിട്ടുണ്ട്. അവിടെയും പോലീസുകാർ ആവശ്യം പോലെ ഉണ്ട്. ഹൈവേ കൂടെ വന്നാൽ വലിയ ബുദ്ധിമുട്ടാവുന്ന കണക്കൊക്കെ ഞങ്ങൾ ഇപ്രാവശ്യം കിഴക്കേ വശത്തോടെ തന്നെയാണ് വന്നത്. ഞങ്ങൾ വരുമ്പം അത്യാവശ്യം വണ്ടികളൊക്കെ റോഡിലുണ്ട്. എന്നാലും ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമൊക്കെ കിട്ടി അവിടെ കൊണ്ടിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ എഴുന്നള്ളത്ത് വരുന്നുണ്ട്. അതിൻ്റെയും ഒരു വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യാൻ കിട്ടിയത് മാത്രം. ഇതിൻ്റെ ഇവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത്. ഈ തിരക്ക് ശരിക്കും ഞാനിത് എടുത്തേക്കുന്നത് സ്ക്രീനിൽ നിന്ന് എടുത്തേക്കാം. കാരണം അല്ലാതെ പോയി ഇതൊന്നും എടുക്കാൻ ഒരു വഴിയില്ല. തിരക്ക് നല്ല തിരക്കായിട്ടുണ്ട്. ഇപ്പം സന്ധ്യ കഴിഞ്ഞു, എഴുന്നള്ളത്തെ കഴിഞ്ഞ സമയമാണ്. നല്ല തിരക്കായിട്ടുണ്ട്. ഇത് നേരിട്ട് പോയി ഇത്രയും തിരക്കൊന്നും എടുക്കാൻ അവിടെ നിന്ന് അങ്ങോട്ട് അടുക്കാനൊക്കെ ആൾ അത്രയ്ക്ക് ആളുള്ളതുകൊണ്ട് അങ്ങോട്ടും അടുക്കാനൊക്കെ ഞാൻ സ്ക്രീനിൽ നിന്ന് കിട്ടിയ ഭാഗം ഇത്രയും കാണിക്കുന്നത്.
അതിന് ഇവിടെ കേൾക്കുന്ന ഭജന നേരിട്ട് കാണാൻ എനിക്കൊക്കത്തില്ല, മനസ്സിലായിട്ടുണ്ട്. സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളും പിന്നെ പറ്റുന്നെങ്കിൽ ഞാൻ ലാസ്റ്റിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഭാഗത്ത് ദൂരെയൊക്കെ നിന്ന് ചിലപ്പോൾ ഇച്ചിരി വീഡിയോ എടുക്കാൻ എത്തേക്കുമായിരിക്കും. ദൂരെ നിന്ന് ഇച്ചിരി വീഡിയോ എടുത്ത് അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞാൻ കണ്ട ഇവിടുത്തെ കാഴ്ച എല്ലാവരും വലിയ ഭംഗിയായിട്ടൊക്കെ ഇവരുടെ ഭജനയുടെയൊക്കെ വീഡിയോസ് ഒത്തിരി ഇടാറുണ്ട്. പക്ഷേ എനിക്കിവിടെ നിന്ന് എടുക്കാനൊക്കെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് മനസ്സിലായി. കിട്ടുന്ന കുറച്ച് ഭാഗങ്ങളെ തിരക്കിലാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രം. നിങ്ങൾ പലരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും ഇത്. പക്ഷേ എനിക്കിത് കാണാനുള്ള ഭാഗ്യം ഇപ്പോഴും ഉണ്ടായെങ്കിലും ഇങ്ങനെയാണ് കാണാനായിട്ട് അവരെ നേരിലൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കുന്ന ലക്ഷണമില്ല. നമ്മൾ സ്ക്രീനിൽ നിന്ന് തന്നെ റെക്കോർഡ് ചെയ്ത ഭാഗമായുണ്ട് ശരിക്കത് കേൾക്കാനൊക്കുമോ എന്നറിയത്തില്ല. എന്നുവെച്ചാൽ നമ്മൾ ഡയറക്റ്റ് കേൾക്കുന്ന പോലെയല്ലല്ലോ അത്. പറ്റിയാൽ ലാസ്റ്റിൽ ഞാൻ ഫ്രണ്ടിലോട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും ഞാൻ നേരിട്ടൊന്ന് കുറച്ചെങ്കിലും ഭാഗം കേൾപ്പിക്കാനൊക്കെ നോക്കാം. അവരെത്തിയിട്ടുണ്ട്, സ്ക്രീനിലത് കണ്ടു. ഇനിയും അവരുടെ പാട്ടിൻ്റെ ഭാഗങ്ങൾ തുടങ്ങുമ്പം നമുക്ക് ബാക്കി കാണാം. നിലത്ത് വരെ ആൾക്കാർ കുത്തിയിരുന്നാണ് കാണുന്നത്. നിൽക്കാൻ പറ്റുന്ന നിലത്തിരുന്ന് കസേര വരെ തീർന്നു.
பார்த்திட பாதை பார்த்திட பாவையாதையோ பாடல இரவும் போனது பகலும் போனது மன்னன் இல்லையே கூட இளைய கண்ணியில் இமைதி நாதகம் இங்கும் இங்குமே தேட ஆயப்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ ஆயப்பாடியில் கண்ணன் இல்லையோ ஆசை வைப்பதே அன்பு தொல்லையோ മനോഹരി രാധേ രാധേ മുരാരി എന്നിവിടെ പെണ്ണി തിണങ്ങിയോ കണ്ണൻ നിന്നോടിണങ്ങുവാൻ മനോഹരി 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 രാധേ രാധേ മുരാരി മണിവളക്കിലിങ്ങണ കൈയാലേ കുറച്ചുകൂടെ മണിവളക്കിലിങ്ങണ കൈയാലേ വിരൽ തട്ടി വിളിക്കണതാരാണ് വിരൽ തട്ടി വിളിക്കണതാരാണ് മുഴുതിങ്ങളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണ് മണിവളക്കിലിങ്ങണ കൈയാലേ വിരൽ തട്ടി വിളിക്കണതാരാണ് മണിവളക്കിലിങ്ങണ കൈയാലേ വിരൽ തട്ടി വിളിക്കണതാരാണ് മുഴുതിങ്ങളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണ് മുഴുതിങ്ങളുദിക്കണ മുകിലോരം മുരളിക പൊഴിക്കണതാരാണോ വിളക്കിന്റെ താളം പോലെ പൊട്ടുവൽ വീശും വാക്കേ
കാരണം വളരെ കുറച്ച് ഭാഗം മാത്രമേ എനിക്ക് പറ്റുള്ളൂ. കൂടുതൽ സ്ക്രീനിൽ നിന്നാണ് റെക്കോർഡ് ചെയ്തത്. നേരിട്ട് കേട്ട കുറച്ച് ഭാഗങ്ങൾ ഷെയർ ചെയ്യാം. ഇതിനകത്തൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ, എനിക്കുണ്ടായൊരു വിഷമം, നവീൻ മോഹൻ ഇന്നത്തെ പ്രോഗ്രാമിനകത്തില്ല. എന്ത് പറ്റുമെന്ന് അറിയത്തില്ല. അത് നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നേരിട്ട് സ്ക്രീനിലെങ്കിലും ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് നടന്നില്ല. ബാക്കി നല്ല നവീൻ മോഹൻ്റെ അഭാവം ഒരു വിഷമമായിട്ട് തോന്നിയെങ്കിൽ പോലും ബാക്കിയുള്ളവർ ആ പ്രോഗ്രാം വളരെ ഗംഭീരമായിട്ട് അത് അവതരിപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു കുറവ് അതിനകത്ത് നികത്തിപ്പോയി. അപ്പോൾ അത് ആ ഒരു വിഷമം അങ്ങനെ അങ്ങ് മാറി. തൽക്കാലം ഞാൻ എന്തായാലും ഇത്രയും കൊണ്ട് പറഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിനി പുതിയ ഇതുപോലത്തെ കാഴ്ചകൾ, പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.